ഓനെ കൂട്ടാൻ പോകുന്ന വഴിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങി അത്യാവശ്യം കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽസ് എടുക്കണം. ലൈനിങ്, ത്രെഡ്, സിബ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മേടിക്കാനുണ്ട്. ഈ സംഭവം ഞാൻ എടുത്തു വെച്ചിട്ട് ഏതാണ്ട് 1.5-2 മാസമായി. ഇതുവരെ തയ്ച്ചില്ല. ലൈനിങ് ഇല്ല. ചൂടായതുകൊണ്ടാണോ? കെട്ടിയോ നാട്ടിലേക്ക് ലീവിന് വരുന്നതിന് മുമ്പ് കഴുകിയ കാറാണ്. പിന്നെ കാറ് കഴുകിയിട്ടേ ഇല്ല. പോകുന്നതിന് മുമ്പ് നന്നായിട്ട് കുളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാർ വാഷ് ചെയ്യാൻ കൊടുത്തു. 3 മണിക്കൂറും കൊണ്ടാണ് കാർ വാഷ് ചെയ്ത് തന്നെ. അങ്ങനെ പതുക്കെ അവിടുന്ന് കാറെല്ലാം എടുത്ത് ആദ്യം പോകുന്നത് നമ്മുടെ പുളിമൂട്ടിലേക്കാണ്. കുറച്ച് ലൈനിങ് എടുക്കാനുണ്ട്. സത്യം പറയട്ടെ, പുളിമൂട്ടിലൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോവാറ്. പക്ഷെ അവിടുത്തെ മെറ്റീരിയൽസൊക്കെ കണ്ടു തുടങ്ങി കഴിയുമ്പോൾ ഞാൻ ഏതാണ്ട് മറ്റേ ഗംഗയെ പോലെയാവും. ഞാനിങ്ങനെ ഡ്രസ്സുകൾ എടുക്കാൻ പോയതായിരിക്കില്ല ചിലപ്പോൾ തപ്പി കിടക്കുന്നത്. അതിങ്ങനെ കണ്ട് മെറ്റീരിയൽ നോക്കി അങ്ങ് പോവും. ഇതിപ്പോൾ ഏതായാലും ബില്ലിംഗ് സെക്ഷനിലെയാണ് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത്. മെറ്റീരിയൽ കൈ കിട്ടിയാലും ഇതാണ് അവസ്ഥ. തയ്ക്കാൻ ഭയങ്കര ലേറ്റാവും. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷം മുമ്പ് തന്ന മെറ്റീരിയൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതുവരെ തയ്ച്ചിട്ടില്ല. ഇനി നേരെ ഡീപ്പോളിലേക്ക് പോവാണ്. അവിടെ ഒരാൾ ഫുട്ബോൾ കളിക്കുന്നു. ചേട്ടൻ്റെ ഫുട്ബോൾ കാണാനായിട്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. 2 എണ്ണത്തിനെയും കൂട്ടിയെടുത്തുകൊണ്ട് വരണം. കോച്ചിങ് തീർന്നപ്പോഴത്തേക്ക് എത്താൻ പറ്റി. അവിടെ എല്ലാവരും വെള്ളം കുടിയുടെയും സ്നാക്സ് കഴിക്കലിൻ്റെ ഒക്കെ തിരക്കിലാണ്. അത്യാവശ്യം സ്നാക്സ് കൊടുത്തു വിട്ടാലും തിരിച്ച് കളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുമായിട്ടാണ് വരുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ. അത്യാവശ്യം ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കുറേ ദിവസമായിരുന്നു സാധനങ്ങളൊക്കെ തീർന്നിരുന്നിട്ട്. ചില സമയത്ത് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാവും. വന്നപ്പോൾ തന്നെ ഫാബിക്കുട്ടൻ്റെ സാധനം എടുത്തിട്ട് ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനം മറ്റേ ആൾ കഴിക്കില്ലെങ്കിൽ ആ സാധനം അയാളെ കൊണ്ടെടുക്കാൻ അപ്പുറത്തുള്ള ആൾ സമ്മതിക്കില്ല. അങ്ങനെ 2 പേരെ ഒരു തരത്തിൽ സമാധാനിപ്പിച്ച് സെറ്റിലാക്കി ഞാൻ എൻ്റെ ഷോപ്പിങ്ങിലേക്ക് കടന്നു. സാമ്പാർ വെജിറ്റബിൾസ് വേണം. പക്ഷേ ക്രിസ്റ്റലിൽ പാക്കറ്റായിട്ട് സാമ്പാർ കഷ്ണങ്ങൾ കിട്ടുമെങ്കിലും അതത്ര മെച്ചില്ല. ചില വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാവത്തില്ല അതിനകത്ത്. അപ്പോൾ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. ഇപ്പോൾ 2 പേർക്കും ഇലക്ട്രിക് ബ്രഷ് വേണം. അതാണ് ആവശ്യം. അതിന് വേണ്ടിയാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഈ മാസത്തെ നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത മാസം വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് കൺവിൻസ് ചെയ്ത് ബില്ലൊക്കെ അടച്ച് വീട്ടിലേക്ക് വരിക. വെങ്ങല്ലൂർ ബൈപ്പാസിലുള്ള ഈ ദോശക്കട അത്യാവശ്യം കൊള്ളാവുന്നൊരു കടയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കോളിഫ്ലവർ ബജിയാണ് കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.